കട്ടപ്പന ബ്ലോക്ക് തല കേരളോത്സവം ഡിസംബർ 14-15 തീയതികളിൽ അണക്കര മോൺഫോർട്ട് സ്കൂളിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. ജോൺ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തപ്പെട്ട മത്സരത്തിൽ നിന്ന് യോഗ്യത നേടിയവരാണ് ബ്ലോക്ക് തല കേരളോത്സവത്തിൽ മത്സരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് തല കേരളോത്സവം ഡിസംബർ 14-15 തീയതികളിൽ അണക്കര മോൺഫോർട്ട് സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. 6 പഞ്ചായത്തുകളിലായി ഇപ്പോൾ കേരളോത്സവം പഞ്ചായത്ത് തല കേരളോത്സവം സംഘടിപ്പിച്ചു. അതിൽ നിന്ന് വിജയികളായി വരുന്ന ആളുകളെയാണ് ഓൺലൈനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി 14-15 തീയതികളിൽ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട, മോൺഫോർട്ട് സ്കൂൾ പ്രിൻസിപ്പൽ ബ്രദർ ജോയി തെക്കേനത്ത് തുടങ്ങിയവർ സംസാരിക്കും. അണക്കരയിലെ മോൺഫോർട്ട് സ്കൂളിൽ വെച്ചാണ് നമ്മൾ ഇപ്രാവശ്യം കേരളോത്സവം നടത്തുന്നത്. ഈ മോൺഫോർട്ട് സ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ എല്ലാ മത്സരങ്ങളും 2 ദിവസത്തെ, അതായത് 14-15 തീയതികളിലെ എല്ലാ മത്സരങ്ങളും നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ വെച്ച് നടത്താൻ സാധിക്കും. ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള 6 പഞ്ചായത്തുകളിലെ രജിസ്ട്രേഷൻ ഇന്നോടുകൂടിയൊക്കെ നമുക്ക് ബ്ലോക്കിൽ ലഭിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് മത്സരങ്ങൾ എത്രയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊക്കെയാണ് ഈ വരുന്ന 14-15 തീയതികളിൽ 14-ാം തീയതി രാവിലെ 9 മണിക്കാണ് മോൺഫോർട്ട് സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് സമ്മാനം നൽകും. വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. ജോൺ, കുസുമം സതീഷ്, മനോജ് എം.ടി, ജലജ വിനോദ്, അന്നമ്മ ജോൺസൺ, സബിത ബിനു, ബേബി രജനി PR തുടങ്ങിയവർ പങ്കെടുത്തു.